വരാം. ശ്രീ ജോയ് മാത്യു എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോയ് മാത്യു, താങ്കൾ ഇങ്ങനെ വലിയ ക്രൂരമായ സിനിമകളൊന്നും അഭിനയിച്ച് ആരും കണ്ടിട്ടില്ല. പക്ഷേ ഒരു പ്രേക്ഷകരോട് താങ്കൾക്ക് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്? ഒരു സിനിമ കാണുമ്പോൾ അത് അമാനുഷികരായ ആളുകൾ വേണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നു. ചിലർ അതിൽ വയലൻസും ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് കാണുന്നു. പക്ഷേ ഒരു സിനിമ കാണുമ്പോൾ ഒരു പ്രേക്ഷകൻ ഏത് തരത്തിൽ ആ സിനിമയെ ഉൾക്കൊള്ളണം എന്നാണ് താങ്കൾ അവർക്ക് നിർദ്ദേശിക്കുന്നത്? ഇത് എന്താന്ന് വെച്ചാല്, ഈ സിനിമയിൽ നിന്നും സ്വാധീനം ഉണ്ടാവാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. സിനിമ സമൂഹത്തെ സ്വാധീനിക്കാം. എന്നാൽ സിനിമയിലേക്ക് വരുന്ന പല കാര്യങ്ങളും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് വരുന്നത്. നടക്കാത്ത കാര്യങ്ങളും താങ്കൾ പറഞ്ഞ മാതിരി അമാനുഷികമായ കാര്യങ്ങളും നമ്മൾ സിനിമയെ കാണുന്നുണ്ട്. കാരണം അടുത്ത കാലത്ത് ഒന്നും സിനിമയിലൊക്കെ തന്നെ ഒന്നും സംഭവിക്കാത്ത കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ പറയുന്നത് ഈ കലാകാരന്മാരുടെ ഭാവനയാണ്. ഭാവനയിൽ എന്തും ചെയ്യാലോ. ഭാവനയിൽ ആകാശത്തോടെ നമുക്ക് പുഷ്പകമാനം വരെ വർദ്ധിക്കാം. അപ്പം ഇത് ഭാവനയാണ്. ഭാവനയിൽ ഇങ്ങനത്തെ വയലൻസ് ഉണ്ടാവും എന്ന് പറയുന്നു. അത് ശരിക്കൊരു അത്തരം ഭാവനയുള്ള ആൾക്കാരെ മനോരോഗ വിദഗ്ധരെ കാണിക്കണം എന്ന് എന്റെ അഭിപ്രായം. കാരണം നമ്മൾ ഒരു സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സിനിമ എന്ന് പറഞ്ഞാൽ, അല്ലേ? ആ പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ആ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനിലേക്ക് നമ്മൾ അതിനോട് ചില സത്യസന്ധത കാണിക്കേണ്ടതുണ്ട്. നമുക്ക് പണം മാത്രം ലക്ഷ്യം വെച്ച്, ലാഭം മാത്രം ലക്ഷ്യം വെച്ച് ഒരു മുതലാളിത്ത രീതിയിൽ ഇതിനെ സമീപിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും വിഷം ഇതിൽ ചേർക്കാൻ നിർബന്ധിതരാകുന്നത്. ഞാൻ അങ്ങനത്തെ സിനിമകളിൽ അധികം അഭിനയിച്ചിട്ടുമില്ല. ഞാൻ അത്ര സിനിമകൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. സിനിമ ഒരു ആർട്ട് എന്ന നിലയിൽ അതിന്റെ നിർമ്മാതാക്കളും പ്രേക്ഷകരും എല്ലാവരും സമീപിക്കണമെന്നാണ്, അല്ലേ? ആർട്ടാണ് ഇത് ഒരു വ്യാവസായികമായ കലയാണത്. പണം മുടക്കിയിട്ടുള്ള കല തന്നെയാണത്. മറ്റേതൊരു കലാരൂപത്തെക്കാളും കൂടുതൽ പണം മുടക്കിയിട്ടുള്ള ഒരു വ്യവസായമാണ്. അതാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, അല്ലേ? എല്ലാവരും പറയുന്നത് മിനിസ്റ്റർ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ താഴെത്തട്ടിലാണെങ്കിലും സിനിമക്കാർ പറയുന്നത് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയാം. ഇതൊരു ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ആണ്. എന്ന് വെച്ചാൽ ഒരു വ്യാവസായികമായ ഒരു കലാരൂപമാണ്. പക്ഷെ അത് അത് ഒരു സമൂഹത്തിന് ഗുണകരമല്ലാത്ത രീതിയിൽ, അപകടകരമായ രീതിയിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ലഹരി മരുന്ന് വിൽക്കുന്ന പോലെ തന്നെയാണ്, അല്ലേ? നമ്മൾ സിന്തറ്റിക് ഡ്രഗ്സ് വിൽക്കുന്ന പോലെ തന്നെയാണ് ഇത്തരം വയലൻസ് കുത്തി നിറച്ചിട്ടുള്ള സിനിമകൾ സമൂഹത്തിലേക്ക് കൊടുക്കുന്നത്. അത് തീർച്ചയായും തെറ്റായ പ്രവണതയാണ്. അത് ശരിയല്ല എന്ന് തന്നെ എൻ്റെ അഭിപ്രായം. വളരെ നന്ദി. താങ്കളുടെ ആ ഒരു സന്ദേശം നമ്മുടെ പ്രേക്ഷകർ നല്ല രീതിയിൽ ഉൾക്കൊള്ളും ഒപ്പം തന്നെ സിനിമ നിർമ്മിക്കുന്നവർ ഉൾക്കൊള്ളും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പൊതുവേദിയോടൊപ്പം ചേർന്നതിന് വളരെയധികം നന്ദി. തിരക്കുള്ള സമയമാണെന്നൊക്കെ എന്നോട് നേരത്തെ പറയുകയും ചെയ്തിരുന്നു. ഏതായാലും